നമ്മൾ അടുത്തതായി പഠിക്കുന്നത് ഷേപ്സ് ഓഫ് മോളിക്യൂൾസ് ആണ്. അതായത് കോവാലന്റ് മോളിക്യൂൾസിന്റെ ഷേപ്സിനെ പറ്റിയാണ്. നമുക്കറിയാം കോവാലന്റ് ബോണ്ട് ഡിറക്ഷണൽ ആണ്. ദാറ്റ് ഈസ് ദേ ആർ ഡയറക്റ്റഡ് ടു സം ഫിക്സഡ് പൊസിഷൻസ് ഇൻ സ്പേസ്. അതുകൊണ്ട് തന്നെ എല്ലാ കോവാലന്റ് കോമ്പൗണ്ട്സിനും ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് എന്ന് പറയുമ്പോൾ ടെട്രാഹീഡ്രൽ ആകാം, സ്ക്വയർ പ്ലാനാർ ആകാം, പ്ലാനാർ ട്രയാങ്കുലർ ആകാം, ഒക്ടാഹീഡ്രൽ ആകാം. ആ ഷേപ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഷേപ്സ് എങ്ങനെ കിട്ടി, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് തിയറിയാണ് ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഷോർട്ട് ഫോം ആണ് VSEPR തിയറി. ഈ തിയറി പ്രപ്പോസ് ചെയ്ത രണ്ട് സയന്റിസ്റ്റുകളുടെ പേരാണ് സിഡ്വിക് ആൻഡ് പവൽ. ഇവരാണത് ആ തിയറി ഒറിജിനൽ ആയിട്ട് പ്രപ്പോസ് ചെയ്തത്. അതിനുശേഷം നൈഹോം, ഗില്ലസ്പി, ഈ രണ്ട് സയന്റിസ്റ്റുകൾ അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ പോസ്റ്റുലേറ്റ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്: ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം. ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സിന്റെ ആകെ എണ്ണമാണ്. ഓക്കെ, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ ബോണ്ട് പെയേഴ്സ് ആകാം, അല്ലെങ്കിൽ ലോൺ പെയേഴ്സ് ആകാം. ദാറ്റ് ഈസ് ബോണ്ട് പെയേഴ്സ് മീൻസ് ദ ഇലക്ട്രോൺ പെയേഴ്സ് വിച്ച് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ബോണ്ട് ഫോർമേഷൻ, while lone pairs means the electron pairs which do not participate in bond formation. അങ്ങനെ ഒരു മോളിക്യൂളിനകത്തുള്ള വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സിന്റെ എണ്ണം അതനുസരിച്ചായിരിക്കും ആ മോളിക്യൂളിന്റെ ഷേപ്പ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ്: ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് റിപ്പൽ ഈച്ച് അതർ. ഒരു മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം റിപ്പൽ ചെയ്യും. നമുക്കറിയാം ഇലക്ട്രോൺ പെയേഴ്സിന്റെ ചാർജ് സെയിം ആയതുകൊണ്ട് സിമിലർ ചാർജസ് റിപ്പൽ ഈച്ച് അതർ. നെക്സ്റ്റ് പോയിന്റ്: ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിപ്പൽഷൻ ദ ഇലക്ട്രോൺ പെയേഴ്സ് സ്റ്റേ അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്. ഈ റിപ്പൽസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി ഇലക്ട്രോൺ പെയേഴ്സ് മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അതായത് ഈ ഇലക്ട്രോൺ പെയേഴ്സ് അടുത്ത് വരുന്നതനുസരിച്ച് റിപ്പൽഷൻ കൂടും. അതുകൊണ്ട് ഈ റിപ്പൽഷൻ കുറയ്ക്കുന്നതിനായിട്ട് ഇലക്ട്രോൺ പെയേഴ്സിനെ മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്താൻ ശ്രമിക്കും. ഓക്കെ, ഫോർത്ത് പോയിന്റ്: പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കോസസ് ഡിസ്റ്റോർഷൻ ഇൻ ദി എക്സ്പെക്റ്റഡ് ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, VSEP എന്ന് പറയുമ്പോൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് എന്ന് പറയുമ്പോൾ അത് ബോണ്ട് പെയറും ആകാം, ലോൺ പെയറും ആകാം. ലോൺ പെയേഴ്സിന്റെ പ്രത്യേകത അവർ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രിയിൽ നിന്നും വ്യത്യസ്തമായ ഷേപ്പ് ആയിരിക്കും ആ മോളിക്യൂളിന് ഉള്ളത്. അതാ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ്: the repulsion between two lone pairs of electrons is different from those between two bond pairs or between a lone pair and bond pair. അതായത് എല്ലാം ഇലക്ട്രോൺ പെയേഴ്സ് ആണെങ്കിലും ഈ ബോണ്ട് പെയറുകളും ലോൺ പെയറുകളും ബോണ്ട് പെയറും ലോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷനും ഡിഫറൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഡിഫറൻറ്റ് ഫ്രം ദാറ്റ് ബിറ്റ്വീൻ ടു ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ or between a lone pair and bond pair. ആ റിപ്പൽഷന്റെ ഡിക്രീസിങ് ഓർഡർ ഇങ്ങനെയാണ്: ലോൺ പെയർ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ ബോണ്ട് പെയർ. അതായത് രണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ തമ്മിൽ ഉണ്ടാവുന്ന റിപ്പൽഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അതിനേക്കാൾ കുറവായിരിക്കും ഒരു ലോൺ പെയർ ഇലക്ട്രോണും ഒരു ബോണ്ട് പെയർ ഇലക്ട്രോണും തമ്മിൽ ഉണ്ടാവുന്ന റിപ്പൽഷൻ. ഏറ്റവും കുറവായിരിക്കും രണ്ട് ബോണ്ട് പെയർ ഇലക്ട്രോൺസ് തമ്മിൽ ഉണ്ടാവുന്ന റിപ്പൽഷൻ. Okay, sixth point: as the angle between the electron pairs increases, the repulsion decreases. ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള ആംഗിൾ കൂടുന്നതനുസരിച്ച്, ആംഗിൾ കൂടുക മീൻസ് അവരുടെ ഡിസ്റ്റൻസ് കൂടുകയാണ്, റിപ്പൽഷൻ ഡിക്രീസ് ചെയ്യും.
ദീസ് ആർ ദ പോസിലേറ്റ്സ് ഓഫ് VSEPR തിയറി. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നത് പ്രഡിക്ഷൻ ഓഫ് ജോമെട്രി ഓഫ് മോളിക്യൂൾസ് യൂസിങ് VSEPR തിയറി. നമ്മളിപ്പോൾ നോക്കിയ VSEPR തിയറി ഉപയോഗിച്ചുകൊണ്ട് ചില മോളിക്യൂളിന്റെ ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് എടുക്കാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് AB2 മോളിക്യൂൾസ് ആണ്. AB2 മീൻസ് A for the central atom and B represents bond pairs of electrons. Here there is no lone pairs of electrons. Okay, the first one AB2 type molecule, that is here there are 2 bond pairs of electron. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺ പെയറിനെ മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്തും ബിക്കോസ് ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ. അന്നേരം അങ്ങനെ ഇവിടെ ഈ ഇലക്ട്രോൺ പെയർ 2 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്തുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ലീനിയർ ഷേപ്പ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് BeCl2 ബെറിലിയം ക്ലോറൈഡ്, HgCl2 മെർക്കുറി ക്ലോറൈഡ്, എക്സെട്ര. ആൻഡ് ഹിയർ ദ ബോണ്ട് ആംഗിൾ ഈസ് 180 ഡിഗ്രി. Okay, next one AB3, that is here there are 3 bond pairs of electrons. അങ്ങനെ 3 bond pairs of electronsനെ മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്തുമ്പോൾ അതിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ട്രൈഗണൽ പ്ലനാർ ആണ്. കൂടാതെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. ഇതിന് എക്സാമ്പിൾ ആണ് BF3, BCl3 തുടങ്ങിയ മോളിക്യൂൾസ്. നെക്സ്റ്റ് AB4 ടൈപ്പ്. ഹിയർ there are 4 bond pairs of electron. ഓക്കെ, ഈ 4 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്തുമ്പോൾ അതിനൊരു 3 ഡയമെൻഷണൽ ജോമെട്രി ഉണ്ടാവുന്നത്. ആ ഷേപ്പിന്റെ പേരാണ് ടെട്രാഹീഡ്രൽ. ബോണ്ട് ആംഗിൾ ഈസ് 109 ഡിഗ്രി 28 മിനിറ്റ്. ഇതിന് എക്സാമ്പിൾ ആണ് CH4 മീഥൈൻ, NH4 പ്ലസ് അമോണിയം അയോൺ. ഓക്കെ, നെക്സ്റ്റ് വൺ AB5 ടൈപ്പ് മോളിക്യൂൾസ്. Here there are 5 VSEPs and all the 5 VSEPs are bond pairs. Okay, here also to reduce the repulsion, these 5 bond pairs stay at the maximum distance. So the shape of the molecule becomes trigonal bipyramidal. In the case, 2 types of bond angles ഉണ്ട്, that is 90 degree and 120 degree. For example ആണ് PCl5 phosphorus pentachloride. Next one AB6 type. Here there are 6 VSEPs and all of them are bond pairs. There is no lone pair of electron. ഇവിടെ ഇവരെ മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്തുമ്പോൾ ഷേപ്പ് ടെട്രാഹീഡ്രൽ ആണ്. ഒരു എക്സാമ്പിൾ ആണ് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് SF6. നമ്മളിപ്പോൾ നോക്കിയ മോളിക്യൂൾസിനകത്തെല്ലാം ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ എല്ലായിടത്തും 0 ആയിരുന്നു. ഓക്കെ, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് prediction of geometry of molecules containing lone pairs of electrons also. ലോൺ പെയർ ഇലക്ട്രോൺ കൂടി അടങ്ങിയ മോളിക്യൂളിന്റെ ഷേപ്പിന്റെ പ്രഡിക്ഷനെ പറ്റിയാണ്. നമുക്ക് അതുകൂടി വിശദമായിട്ട് നോക്കാം. അതിൽ ആദ്യമായിട്ട് AB2E ടൈപ്പ് മോളിക്യൂൾ. ഇവിടെ A റെപ്രസെന്റ് ചെയ്യുന്നത് സെൻട്രൽ ആറ്റം ആണ്, B ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, ആൻഡ് E ഡിനോട്ട്സ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ്. AB2E there are 2 bond pairs of electron and 1 lone pair of electron. A total number of VSEPs എടുക്കുകയാണെങ്കിൽ 2 + 1 3 ആണ്. ഓക്കെ, അങ്ങനെ 3 VSEP വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് എക്സ്പെക്റ്റഡ് ജോമെട്രി എന്ന് പറയുമ്പോൾ പ്ലനാർ, ട്രയാങ്കുലാർ അല്ലെങ്കിൽ ട്രൈഗണൽ പ്ലനാർ ആണ്. പക്ഷെ ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഷേപ്പിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുകയും അതുകൊണ്ട് ആ മോളിക്യൂളിന്റെ ഷേപ്പ് ബെൻഡ് സ്ട്രക്ചർ ആയിട്ട് മാറുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ ആണ് സൾഫർ ഡയോക്സൈഡ് SO2. മറ്റൊരു എക്സാമ്പിൾ ആണ് ഓസോൺ O3. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 4 VSEPs വരുന്ന മോളിക്യൂൾസിനെ പറ്റിയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ടൈപ്പ് ആയിട്ട് AB3E. AB3E denotes 3 bond pairs of electron and 1 lone pair of electron. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് VSEPs 4 ആണ്. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുമ്പോൾ ടെട്രാഹീഡ്രൽ ആണ്. ബട്ട് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ദ ഷേപ്പ് ഈസ് ഡിസ്റ്റോർട്ടഡ് ആൻഡ് ബിക്കംസ് ട്രൈഗണൽ പിരമിഡ്.
ഒരു എക്സാമ്പിൾ ആണ് അമോണിയ മോളിക്യൂൾ. ഒരു അമോണിയ മോളിക്യൂളിന്റെ ഷേപ്പ് ട്രൈഗണൽ, പിരമിഡ് ഓർ പിരമിഡൽ ഷേപ്പ്. നമ്മൾ സാധാരണ ടെട്രാഹീഡ്രൽ ബോണ്ട് ആംഗിൾ ആണെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. പക്ഷെ അമോണിയുടെ കേസിൽ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഷേപ്പിന് ഡിസ്റ്റോർഷൻ സംഭവിക്കും. സോ ദ ബോണ്ട് ആംഗിൾ ചേഞ്ചസ് ടു 107 ഡിഗ്രി. The next one also 4 VSEPs ആണ്, but here there are 2 bond pair of electrons and 2 lone pair of electrons. That is the type is AB2E2. The type of the molecule is AB2E2. Here also നമ്മൾ പ്രതീക്ഷിക്കുന്ന ഷേപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്? 4 VSEP വരുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഷേപ്പ് ടെട്രാഹീഡ്രൽ ആണ്. പക്ഷെ ഇവിടെ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ആ ഷേപ്പിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുകയും ഷേപ്പ് ബെൻഡ് സ്ട്രക്ചർ ആയിട്ട് മാറുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ ആണ് വാട്ടർ. The next one AB4E type. That is here the number of bond pairs is equal to 4. The number of lone pairs is equal to 1. So the total number of VSEPs, valence shell electron pair, is equal to 5. അങ്ങനെ 5 VSEP വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? ട്രൈഗണൽ ബൈ പിരമിഡ്. പക്ഷെ ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഷേപ്പിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുകയും ഷേപ്പ് സീസോ ഷേപ്പ് ആയിട്ട് മാറുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ ആണ് SF4, സൾഫർ ടെട്രാ ഫ്ലൂറൈഡ്. Okay, next one also contain 5 VSEPs. Here the type of the molecule is AB3E2. That is 3 bond pairs of electrons and 2 lone pairs of electrons. ഇവിടെ നമ്മൾ 5 VSEP ആയതുകൊണ്ട് എക്സ്പെക്റ്റഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ട്രൈഗണൽ ബൈ പിരമിഡ് ആണ്. പക്ഷെ ഇവിടെ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഷേപ്പിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുകയും അത് T ഷേപ്പ് ആയിട്ട് മാറുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ ആണ് ClF3, ഒരു ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ആണ്, ക്ലോറിൻ ട്രൈ ഫ്ലൂറൈഡ്. Okay, next one AB5E type. That is here there are 5 bond pairs of electrons and 1 lone pair of electron. The total number of VSEP is equal to 5 plus 1 is equal to 6. അങ്ങനെ 6 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഷേപ്പ് ഒക്ടാഹീഡ്രൽ ആണ്. But due to the presence of 1 lone pair of electron, the shape is distorted to square pyramids. Okay, an example is BrF5. ഇതൊരു ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ആണ്, ബ്രോമിൻ പെന്റാ ഫ്ലൂറൈഡ്. One more type, that is AB4E2. Here there are 4 bond pairs of electron and 2 lone pair of electrons. Total number of VSEPs 4 plus 2 is equal to 6. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒക്ടാഹീഡ്രൽ ആണ്. എന്നാൽ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഷേപ്പ് ഡിസ്റ്റോർട്ട് ചെയ്യുകയും അത് സ്ക്വയർ പ്ലാനർ ആയിട്ട് മാറുകയും ചെയ്യും. An example is XCF4, xenon tetra fluoride. ഒരു നോബിൾ ഗ്യാസ് ആയ സിനോണിന്റെ കോമ്പൗണ്ട് ആണ് XCF4. ഇത്രയുമാണ് VSEPR തിയറി ഉപയോഗിച്ച് ചില മോളിക്യൂളിന്റെ ഷേപ്പിന്റെ എക്സ്പ്ലനേഷൻ. നമ്മൾ അടുത്തൊരു കൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്, ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. ഒരു കോവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഓർബിറ്റൽസിന്റെ, നമുക്കറിയാം ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ S ഓർബിറ്റൽ, P ഓർബിറ്റൽ, D ഓർബിറ്റൽ എക്സെട്ര. ഈ ഓർബിറ്റലുകളുടെ ഓവർലാപ്പിംഗിലൂടെയാണ്. Okay, overlapping is the process of partial interpenetration of atomic orbitals. The atomic orbitals partial ആയിട്ട് interpenetrate ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്റർമിക്സ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ഏത്? ഓർബിറ്റൽ ഓവർലാപ്പിംഗ്. ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് കമ്പൈൻ ചെയ്യുന്ന ആറ്റങ്ങളുടെ വാലൻസ് ഷെല്ലിലുള്ള അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗിലൂടെയാണ്, പാർഷ്യൽ ഇന്റർപെനിട്രേഷനിലൂടെയാണ്. ഓക്കെ, കൂടാതെ ഒരു കോവാലന്റ് ബോണ്ടിന്റെ സ്ട്രെങ്ത് ഓവർലാപ്പിംഗ് നിരക്കിനെ ആശ്രയിക്കുന്നു. ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് എ കോവാലന്റ് ബോണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ്. ഓവർലാപ്പിംഗ് എത്ര സമയം സംഭവിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു കോവാലന്റ് ബോണ്ട് സ്ട്രെങ്ത്. That is, the greater the extent of overlapping, the stronger will be the covalent bond forms. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓവർലാപ്പിംഗ് ടൈപ്സിനെ പറ്റിയാണ്. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ്. ഓവർലാപ്പിംഗ് 2 രീതിയിൽ സംഭവിക്കാം. ഒന്ന് ആക്സിയൽ ഓവർലാപ്പിംഗ്, 2 ലാറ്ററൽ ഓവർലാപ്പിംഗ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ആക്സിയൽ ഓവർലാപ്പിംഗിനെ പറ്റിയാണ്.
അതിന്റെ മറ്റൊരു പേര് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് എന്നാണ്. വാട്ട് ഈസ് ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് ചോദിച്ചാൽ, ഇഫ് ദി ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ടേക്സ് പ്ലേസ് എലോങ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ്, ഇറ്റ് ഈസ് കോൾഡ് ആക്സിയൽ ഓവർലാപ്പിംഗ്. നമ്മൾ സാധാരണയായിട്ട് ഓവർലാപ്പിംഗിന്റെ കേസിൽ അല്ലെങ്കിൽ പൊതുവായിട്ട് മോളിക്യൂളുകളുടെ കേസിൽ ഇസഡ് ആക്സിസിനെയാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസഡ് ആക്സിസിലൂടെ അല്ലെങ്കിൽ ഇന്റർന്യൂക്ലിയർ ആക്സിസിലൂടെയാണ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് സംഭവിക്കുന്നതെങ്കിൽ അതിന്റെ പേരാണ് ആക്സിയൽ ഓവർലാപ്പിംഗ്. മറ്റൊരു പേരാണ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. അതിന്റെ പിക്ചർ ഇവിടെ നമുക്ക് കാണാം. രണ്ട് പി ഓർബിറ്റൽസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പി ഓർബിറ്റലിന്റെ എൻഡ് രണ്ടാമത്തെ പി ഓർബിറ്റലിന്റെ എൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു. ഇതാണ് ആക്സിയൽ ഓവർലാപ്പിംഗ്. ഈ ആക്സിയൽ ഓവർലാപ്പിംഗിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ബോണ്ടിന്റെ പേരാണ് സിഗ്മ ബോണ്ട്. എ ബോണ്ട് ഫോംഡ് ബൈ ആക്സിയൽ ഓവർലാപ്പിംഗ് ഈസ് കോൾഡ് സിഗ്മ ബോണ്ട്. എല്ലാ സിംഗിൾ ബോണ്ടും സിഗ്മ ബോണ്ട്സ് ആണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് ആണ് ലാറ്ററൽ ഓവർലാപ്പിംഗ്. ലാറ്ററൽ ഓവർലാപ്പിംഗിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സൈഡ് വൈസ് ഓവർലാപ്പിംഗ് എന്നാണ്. അതുകൊണ്ട് ലാറ്ററൽ ഓവർലാപ്പിംഗിന്റെ കേസിൽ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസിന്റെ സൈഡുകൾ തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹിയർ ദ ഓവർലാപ്പിംഗ് ടേക്സ് പ്ലേസ് പെർപെൻഡിക്കുലർ ടു ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഇന്റർന്യൂക്ലിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഓവർലാപ്പിംഗ് സംഭവിക്കുന്നതെങ്കിൽ, ദാറ്റ് ഈസ് ഇസഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓവർലാപ്പിംഗ് സംഭവിക്കുമ്പോൾ അതിന്റെ പേരാണ് ലാറ്ററൽ ഓവർലാപ്പിംഗ്. ഇതിന്റെ ഫിഗർ ഇവിടെ കാണാം. രണ്ട് പി ഓർബിറ്റൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് പി ഓർബിറ്റലിന്റെ സൈഡുകൾ തമ്മിൽ, ദാറ്റ് ഈസ് അപ്പർ ലോബ്സ് തമ്മിലും ലോവർ ലോബ്സ് തമ്മിലും ഓവർലാപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അതിന്റെ പേരാണ് ലാറ്ററൽ ഓവർലാപ്പിംഗ്. ഈ ലാറ്ററൽ ഓവർലാപ്പിംഗിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ബോണ്ടിന്റെ പേര് പൈ ബോണ്ട് എന്നാണ്. ദ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലാറ്ററൽ ഓവർലാപ്പിംഗ് ഈസ് കോൾഡ് പൈ ബോണ്ട്. പൈ ബോണ്ട് മാത്രമായിട്ട് കാണുകയില്ല. പൈ ബോണ്ട് ഈസ് ഓൾവേസ് പ്രസന്റ് എലോങ് വിത്ത് സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ടൂടെ ചേർന്ന് മാത്രമേ പൈ ബോണ്ടിന് കാണുകയുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ സിഗ്മ ബോണ്ട് ആണ്. ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടുമാണ് ഉള്ളത്. അതേപോലെ എ ട്രിപ്പിൾ ബോണ്ട് കണ്ടെയ്ൻസ് 1 സിഗ്മ ബോണ്ട് ആൻഡ് 2 പൈ ബോണ്ട്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ, വിച്ച് ഈസ് സ്ട്രോങ്ങർ, എ സിഗ്മ ബോണ്ട് ഓർ എ പൈ ബോണ്ട്, വൈ? ഓക്കെ, സിഗ്മ ബോണ്ടും പൈ ബോണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് സ്ട്രോങ്ങർ? A sigma bond is stronger than a pi bond. This is because the extent of overlapping is greater in a sigma bond. Sigma bond കേസിൽ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് നിരക്ക് കൂടുതലായതുകൊണ്ട് എപ്പോഴും സിഗ്മ ബോണ്ട് ആയിരിക്കും പൈ ബോണ്ടിനേക്കാളും സ്ട്രോങ്ങർ. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ. വാട്ട് ഈസ് മീൻ ബൈ ഹൈബ്രിഡൈസേഷൻ? Hybridization means it is the process of intermixing of atomic orbitals having slightly different energies to form new orbitals having equivalent energy and identical shape. അതായത് എനർജിയിൽ ചെറിയ വ്യത്യാസമുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്തിട്ട് ഒരേ എനർജിയും ഒരേ ഷേപ്പുമുള്ള പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. എനർജിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ്, എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, എനർജിയിൽ ഡിഫറൻസ് ഉണ്ട്, ഡിഫറൻറ്റ് ഷേപ്പാണ്. പക്ഷെ ഇവർ തമ്മിൽ ഇന്റർമിക്സ് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ഓർബിറ്റൽ ഫോം ചെയ്യും. ആ പുതിയ ഓർബിറ്റലിന്റെ പേര് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്നാണ്. ആ ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ പ്രത്യേകത, ദേ ഹാവ് ഇക്വലന്റ് എനർജി ആൻഡ് ഐഡന്റിക്കൽ ഷേപ്പ്. എല്ലാവർക്കും ഒരേ എനർജി ആയിരിക്കും, കൂടാതെ ഒരേ ഷേപ്പ് ആയിരിക്കും. What are the characteristics of hybridization? ഒന്നാമത്തേതായിട്ട്, the number of hybrid orbital formed is equal to the number of atomic orbitals undergoing hybridization. എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു എന്നുള്ളത് എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷന് വിധേയമാകുന്നു അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് 2 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ 2 ഹൈബ്രിഡ് ഓർബിറ്റൽ ആയിരിക്കും ഫോം ചെയ്യുന്നത്. Second point, the hybrid orbitals are always equivalent in energy and identical in shape. ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ എല്ലാം കേസിൽ അവരുടെ എനർജി ഒരുപോലെ ആയിരിക്കും, കൂടാതെ ഷേപ്പും ഒരേപോലെ ആയിരിക്കും. Okay, next one, the hybrid orbitals are more effective in forming stable bonds than the pure atomic orbitals.
നമ്മൾ നേരത്തെ കണ്ട ഓവർലാപ്പിംഗിന്റെ കേസിൽ അവിടെ അറ്റോമിക് ഓർബിറ്റൽസ് ആയിരുന്നു കമ്പൈൻ ചെയ്യുന്നത്. ഒരു പി ഓർബിറ്റൽ മറ്റൊരു പി ഓർബിറ്റലുമായിട്ടായിരുന്നു ഓവർലാപ്പ് ചെയ്യുന്നത്. എന്നാൽ ഈ അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗിലൂടെ ഫോം ചെയ്യുന്ന ബോണ്ടിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗിലൂടെ ഫോം ചെയ്യുന്ന ബോണ്ട്. നെക്സ്റ്റ് വൺ, the hybrid orbitals are directed to some fixed positions in space. ഒരു മോളിക്യൂളിന്റെ കേസിൽ അതിന്റെ അറ്റോമിക് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഓർബിറ്റലായിട്ടുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവര് സ്പേസിലുള്ള ചില ഫിക്സഡ് പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഗീവ്സ് ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ കേസിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതെന്ന് അറിയാമെങ്കിൽ അതിന്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷനെ പറ്റി നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ട് എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലും മാത്രം ഉൾക്കൊള്ളുന്ന ഹൈബ്രിഡൈസേഷൻ. അതിലൊന്നാമതായിട്ട് sp3 ഹൈബ്രിഡൈസേഷൻ. sp3 മീൻസ് s1p3 എന്നാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഇന്റർമിക്സിംഗ് ഓഫ് 1 s orbital and 3 p orbitals to form 4 new orbitals having equivalent energy and shape. ഓക്കെ, s1p3 അതായത് ഒരു എസ് ഓർബിറ്റില് 3 പി ഓർബിറ്റലുമായിട്ട് ഇന്റർമിക്സ് ചെയ്യുന്നു. അങ്ങനെ ആകെ 4 ഓർബിറ്റൽ ഫോം ചെയ്യും. ആ 4 ഓർബിറ്റൽസിന്റെ പ്രത്യേകത അവർക്ക് ഇക്വലന്റ് എനർജി ആയിരിക്കും, കൂടാതെ ഐഡന്റിക്കൽ ഷേപ്പ് ആയിരിക്കും. ഈ 4 ഓർബിറ്റൽസിന്റെ പേരാണ് sp3 hybrid orbitals. These 4 sp3 hybrid orbitals are directed to the 4 corners of a regular tetrahedron with bond angle 109 degree 28 minute. ഇതൊരു ടെട്രാഹീഡ്രൽ ഷേപ്പ്, 3-dimensional ഷേപ്പ് ആണ്. ഇവിടെ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാണാം. ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒരു ടെട്രാഹീഡ്രന്റെ 4 കോർണേഴ്സിലായിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബോണ്ട് ആംഗിൾ ആണ് 109 degree 28 minute. ഓക്കെ, sp3 ഹൈബ്രിഡൈസേഷൻ ഉള്ള മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് മീഥെയിൻ CH4, അമോണിയ NH3, വാട്ടർ H2O, ഈഥെയിൻ C2H6. ഇതില് അമോണിയ, വാട്ടർ ഈ മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. പക്ഷെ ഷേപ്പ് ടെട്രാഹീഡ്രൽ ഷേപ്പ് അല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 2 മോളിക്യൂളിനകത്തും ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഷേപ്പിന് ഡിസ്റ്റോർഷൻ സംഭവിക്കും. അതുകൊണ്ട് അമോണിയ മോളിക്യൂളിന്റെ ഷേപ്പ് പിരമിഡൽ ഷേപ്പും, കൂടാതെ വാട്ടർ മോളിക്യൂളിന് ബെൻഡ് സ്ട്രക്ചർ ഓർ ഇൻവെർട്ടഡ് വി ഷേപ്പും ആണ്. സെക്കൻഡ് ടൈപ്പ് ആണ് sp2 ഹൈബ്രിഡൈസേഷൻ. sp2 എന്ന് പറയുമ്പോൾ s1p2. That is, it is the process of intermixing of 1 s orbital and 2 p orbitals to form 3 new orbitals having equivalent energy and identical shape. ഇവിടെ ഒരു എസ് ഓർബിറ്റൽ 2 പി ഓർബിറ്റലുമായിട്ടാണ് ഇന്റർമിക്സ് ചെയ്യുന്നത്. അങ്ങനെ ആകെ 3 ന്യൂ ഓർബിറ്റൽ ഫോം ചെയ്യും. ഓക്കെ, അവരുടെ പ്രത്യേകത അവർക്ക് ഇക്വലന്റ് എനർജി ആയിരിക്കും, കൂടാതെ ഐഡന്റിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന പുതിയ ഓർബിറ്റൽസിന്റെ പേരാണ് sp2 hybrid orbitals. And these sp2 hybrid orbitals are directed to the corners of an equilateral triangle. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കോർണേഴ്സിലേക്കായിരിക്കും ഈ 3 sp2 hybrid orbitals ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഷേപ്പ് പ്ലനാർ ഷേപ്പ് ആണ്, കൂടാതെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. So the shape of the molecule is planar, triangular or trigonal planar with bond angle 120 degree. ഇതാണ് ആ മോളിക്യൂളിന്റെ ഷേപ്പ്. ഇവിടെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. ഇവർ നമ്മൾ 120 ഡിഗ്രി ആംഗിളിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഷേപ്പ് പ്ലനാർ, ട്രയാങ്കുലാർ ഓർ ട്രൈഗണൽ പ്ലനാർ, കൂടാതെ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. ഇതിന് എക്സാമ്പിൾ ആണ് ബോറോൺ ട്രൈക്ലോറൈഡ്, BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡ്. കൂടാതെ എല്ലാ ആൽക്കീനകത്തും ഡബിൾ ബോണ്ട് വരുന്ന എല്ലാ കാർബൺ ആറ്റങ്ങളും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഒരു എക്സാമ്പിൾ ആണ് എഥീൻ. നെക്സ്റ്റ് sp ഹൈബ്രിഡൈസേഷൻ. sp means s1p1. That is, it is the process of intermixing of 1 s orbital and 1 p orbital to form 2 new orbitals having equivalent energy and shape. ഒരു എസ് ഓർബിറ്റിൽ ഒരു പി ഓർബിറ്റലുമായിട്ട് ഇന്റർമിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴുണ്ടാവുന്ന പുതിയ ഓർബിറ്റൽസിന്റെ പേര്
sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്നാണ്. ആകെ 2 sp ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്. അവരുടെ പ്രത്യേകത അവർക്ക് ഈക്വലന്റ് എനർജിയാണ്, കൂടാതെ ഐഡന്റിക്കൽ ഷേപ്പ് ആണ്. ഇവിടെ 2 പുതിയ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് കൊണ്ട് അവരെ മാക്സിമം ഡിസ്റ്റൻസിൽ അലൈൻ ചെയ്യുമ്പോൾ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി എന്ന് വരും. കൂടാതെ ഷേപ്പ് ലീനിയർ ആണ്. BeCl2 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ഷേപ്പ് ആയത് ഇവിടെ സെൻട്രലിൽ ഒരു ബെർലിയ മാറ്റമുണ്ട്. അതിന്റെ sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഈ 2 കാണിച്ചിരിക്കുന്നത്. അത് ക്ലോറിന്റെ p ഓർബിറ്റലുമായിട്ട് 2 p ഓർബിറ്റലുമായിട്ട് ഇന്റർമിക്സ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് BeCl2 എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. മറ്റ് എക്സാമ്പിൾസ് ആണ് HgCl2, എഥൈൻ. അതായത് നമ്മൾ ആൽക്കൈൻസിൽ എല്ലാം തന്നെ ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് എല്ലാം sp ഹൈബ്രിഡൈസ്ഡ് ആണ്. ഒരു എക്സാമ്പിൾ ആണ് എഥൈൻ ഓർ അസറ്റിലീൻ C2H2.